نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قال ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما وأسمع وأرى സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്തു ത്വാഹയിലെ 46-ാമത്തെ ചെറിയൊരു വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. ഭൂമുഖത്ത് മനുഷ്യരാശിക്ക് നേർവഴി കാണിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ആദം അലൈഹിസ്സലാമയെ സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അയക്കുമ്പോഴും അല്ലാഹു ഈ മാർഗദർശനം കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അന്നേരം ആദമിനോടും ഹവ്വയോടും അല്ലാഹു പറഞ്ഞത് ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ്. എല്ലാ നബിമാരും, ഞാൻ അതിന്റെ അർത്ഥമൊന്നും പറയേണ്ടതില്ലല്ലോ, എല്ലാ നബിമാരും വന്നത് ഈ മാർഗദർശനം കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അല്ലാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ
ഖുർആനിൽ പറഞ്ഞു തന്ന അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ട ഒരു നബിയാണ്, പ്രവാചകനാണ് കലീമുല്ലാഹ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ. 136 സ്ഥലങ്ങളിൽ 34 പരം സൂറകളിലായി ഇദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ നബിമാരെ പറഞ്ഞിട്ടുള്ളതും അതിന്റെ താഴെയാണ്. ആകെ 25 നബിമാരെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാം 69 സ്ഥലങ്ങളിൽ പറയുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമയെ 43 സ്ഥലങ്ങളിൽ കാണാം. ഈസാ നബിയെയും ആദം നബിയെയും ഒരു 25 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തത്. അത് ഹബീബായ റസൂലിന്റെ വാക്കല്ല എന്ന് തെളിയിക്കും വിധം തന്നെയല്ലേ 4 പ്രാവശ്യമാണ് നബിന്റെ പേര് അവിടെ പറഞ്ഞിട്ടുള്ളൂ. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യത്തോടുകൂടെ മൂസ അലൈഹിസ്സലാമയുടെ പേരിന്, ആ നാമത്തെയും ആ ചരിത്ര സംഭവങ്ങളെയും ഇത്രയധികം പറയുന്നു എന്നത് നമ്മളൊന്ന് പഠിക്കേണ്ട വിഷയമാണ്. തഫ്സീറുകളിൽ പല ഉലമാക്കളും എന്തുകൊണ്ട് ഇത്ര പ്രാവശ്യം എന്നതിനെ തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അവിടെ പ്രധാനമായി അവർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പ്രവാചകൻ തന്റെ ജനതയാൽ ഏറെ പരീക്ഷിക്കപ്പെട്ട ഒരു നബിയാണ്. ജനിക്കുന്ന വേളയിൽ തന്നെ, ആ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രയാസത്തോടെയാണല്ലോ ജനനം. മാത്രമല്ല, ഇസ്രായേലിലേക്കാണ് ഇദ്ദേഹം നിയോഗിക്കപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവരന്നും ഇന്നും പ്രശ്നക്കാരാ. എത്ര വരെയെന്ന് ചോദിച്ചാൽ, ഇപ്പോഴൊക്കെ ലോക പോലീസ് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ പ്രസിഡന്റിനെ കൊണ്ടുപോയി ഒരു വലിയ കുഴിയിൽ ചാടിക്കാൻ മാത്രം കുബുദ്ധിയും ചതിയുമുള്ള ആളുകളാണ് അവര്. അന്നും അങ്ങനെ തന്നെയാണ്. ചില ആ രാജ്യത്തു നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന, പ്രദേശത്തു നിന്ന് തന്നെ പഠിക്കുന്ന അവരുടെ ട്രേഡ് മാർക്ക് തന്നെ ഏതാന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വഞ്ചനയും കളവും ചതിയും ഒക്കെ ആയിരിക്കും. അതതിന്റെ വേറൊരു വശം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മൂസ അലൈഹിസ്സലാം നേരിട്ടിട്ടുള്ളത് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ ധിക്കാരിയെയാണ്. ഏറ്റവും വലിയ ധിക്കാരിയെയാണ് എന്ന് പറഞ്ഞാല്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറഞ്ഞത് ഒരാളെ ഉള്ളൂ. അന റബ്ബുക്കുമുൽ അഅല. അങ്ങനെ ഒരാളെയാണ് മൂസ അലൈഹിസ്സലാമക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി നേരിടാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ശിർക്ക് ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളത് അള്ളാഹുവിലേക്ക് അടുക്കാനാണ്, പടച്ച റബ്ബിന്റെ സാമീപ്യം പ്രാപിക്കാനാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാനാണ് പടച്ചവനെന്ന് അവരാരും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അത്രയും വലിയ ധിക്കാരിയുടെ മുമ്പിൽ ഏറ്റവും ശക്തമായ നിലക്ക്, വളരെ കൃത്യമായ നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ആ രംഗത്ത് ഒരുപാട് ത്യാഗമാണ് അദ്ദേഹം സഹിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൂസ അലൈഹിസ്സലാമയുടെ സബർ പോലെ നിങ്ങളും ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചു നിന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ലോകത്തെ വിഭാഗം അവരാണെന്ന് ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. മാലോകരെക്കാളും നിങ്ങളെ ഞാൻ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റാർക്കും ഇവർക്ക് കൊടുത്തതുപോലെ കൊടുത്തിട്ടില്ല. അത് അവരെന്നെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അവരെന്നെ സമ്മതിക്കുന്നുണ്ട്. നഹ്നു അബ്നാഉല്ലാഹ് വ അഹിബ്ബാഉഹു എന്നാണ്. നിങ്ങൾ നോക്കണം, ഞങ്ങൾ അള്ളാന്റെ പ്രിയപ്പെട്ടവരാണ്, അള്ളാന്റെ മക്കളാണ് എന്ന് പറയുമ്പോ ആ അടുപ്പവും കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഒക്കെ വലുപ്പം എത്രയായിരിക്കും നോക്കണം നമ്മള്. ഇവർക്കുള്ള അനുഗ്രഹം എന്തറിയോ? ഇവരുടെ മുന്നിൽ വെച്ചാണ് അള്ളാഹു കടലിനെ പിളർത്തിയത്. അങ്ങനെ ലോകത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ചിറ കെട്ടിയതുപോലെ 2 ഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ മാറി ഇങ്ങനെ വരിക. വല്ലാത്തൊരു അനുഗ്രഹമല്ലേ അത്. വെള്ളം അതെങ്ങനെയാ? കടലിന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുമ്പോ
ഇന്നാല മുതറക്കോ, നമ്മൾ പിടിക്കപ്പെട്ടല്ലോ മൂസ എന്ന് പറഞ്ഞ് അസ്വസ്ഥതപ്പെട്ട് ഭയപ്പെട്ടു നിൽക്കുന്ന വേളയിലാണ് ബേജാറാവണ്ട, അള്ളല്ലേ നമ്മുടെ കൂടെ, അല്ല നമുക്ക് വഴി കാണിച്ചു തരൂലേ എന്ന് പറഞ്ഞ ആ വെള്ളത്തിലേക്ക് വടി ഇങ്ങനെ വെച്ചപ്പോ വെള്ളം ഇങ്ങനെ മാറി നിൽക്കുക. ആ വെള്ളത്തില് ഞാൻ അന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ആ സ്ഥലത്തൂടെ, വെള്ളം നിന്നിരുന്ന സ്ഥലത്തൂടെ അവര് നടക്കുന്നത് ഒരു പാലസിലൂടെ നടക്കുന്ന ഫീലിലാണ് ഇസ്രായേലിയർ മറുകരയിലേക്ക് നടന്നത് എന്നാ. അതേ വെള്ളമാണ് ഫറവോനെ കൊല്ലുന്നത്. എങ്ങനെ? കാലങ്ങളോളം അവരുടെ മക്കളെ കൊന്ന ആളുകൾ, അങ്ങനല്ലേ? കാലങ്ങളോളം കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും കൊന്ന ഈ കടുത്തധികാരി അവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് വെള്ളത്തിൽപ്പെട്ട്, ഇവർക്ക് രക്ഷ നൽകിയ വെള്ളട്ട, ആ വെള്ളത്തിൽപ്പെട്ട് മരിക്കുന്നത് നിങ്ങൾ നോക്കി നിൽക്കണമെന്ന. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല, നോക്കി നിൽക്കേ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്ത്. പക്ഷേ നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാല് ഒരുപാട് അനുഗ്രഹങ്ങൾ. അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ നബിമാര് നിയോഗിക്കപ്പെട്ടത് ഇവരുടെ നാട്ടിലാ. സമ്പൽ സമൃദ്ധമായ രാജ്യം ഇവർക്കാ കൊടുത്തത്. വെള്ളം, ഭക്ഷണം, അധികാരം, എല്ലാ സൗകര്യങ്ങളും അവർക്കാണ് കൊടുത്തത്. ഈജിപ്തും നൈലും യൂഫ്രട്ടീസും ടൈഗ്രീസും പശ്ചിമേഷ്യയിലെ സമൃദ്ധമായ നാടുമൊക്കെ ഇവർക്കാണ് കൊടുത്തത്. ഇന്നും പശ്ചിമേഷ്യയിലെ വട്ടം ചുറ്റി കൊണ്ട് ഇങ്ങനെ ഒരു അസ്വസ്ഥതകൾ മറ്റുള്ളവരൊക്കെ നടത്താൻ എന്താ കാരണമെന്ന് ആലോചിച്ച് നോക്കിയാല് അത്ര സമൃദ്ധമായ നാട് ഈ ഭൂമിയിൽ വേറെ ഇല്ലല്ലോ. നിങ്ങൾ അതിന്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള കുറെ സംഗതികൾ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഇതെല്ലാം കിട്ടിയ ഈ കൗമിനെ ഇവരെ ശിക്ഷിച്ചതുപോലെ അള്ളാഹു വേറെ ഒരു വിഭാഗത്തെ ശിക്ഷിച്ചിട്ടുമില്ല. അതും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ എല്ലാ ആയത്തുകളിലൂടെ പോകാൻ സമയമല്ല. രൂപവ്യത്യാസം വരുത്തിയിട്ട് കുരങ്ങുകളും പന്നികളും ഒക്കെ ആക്കി മാറ്റിയിട്ട് അള്ളാഹു ശിക്ഷിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ നിന്ദ്യത പതിച്ചിട്ടുള്ള ഏക കൗമും ഇവരാണ്. എന്തുകൊണ്ട്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ട്? ശാന്തമായി പ്രിയരെ, നിങ്ങളിന്റെ കൂടെ അങ്ങനെ വരണം. അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമുണ്ട്. അള്ളാഹുവിന്റെ നടപടിക്രമം എന്തറിയോ? നിലനിൽക്കാൻ അർഹത ഉള്ളതിനെ മാത്രമേ അള്ളാഹു ലോകത്ത് നിലനിർത്തുള്ളൂ. അനുഗ്രഹങ്ങൾ കിട്ടി എന്നതുകൊണ്ട് ഒരു ജനവിഭാഗം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയമാവുന്നില്ല. നന്ദികേട് ഏതൊരു കൗമിൽ നിന്ന് വന്നാലും അവരെ പടച്ചവൻ ഒരു പാഠമാക്കി ലോകത്ത് വെക്കും. അതുകൊണ്ടാണല്ലോ വഇദ് തഅസ്സന റബ്ബുക്കും ലയിൻ ശകർതും ലഅസീദന്നകും വലയിൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നന്ദി കാണിച്ചാൽ ഞാൻ ഇനിയും വർദ്ധിപ്പിച്ചു തരാട്ടോ. നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല കേട്ടോ എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു നബിവചനമുണ്ട്, അത് വല്ലാത്തൊരു വചനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നല്ലാഹ ലയുമത്തിഉ ബിനിഅമിഹി ബിമശാ. അള്ളാഹു നമുക്ക് ഇങ്ങനെ നിഅമത്തുകൾ തന്നുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾക്ക് നിഅമത്ത് തന്ന് നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ശരിക്കും നിങ്ങൾ ഒന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മളെയൊക്കെ അള്ളാഹു സത്യത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ കൊണ്ട് കുടുങ്ങിയിരിക്കല്ലേ. ഒരുപാടെണ്ണം എണ്ണിയ തീരുല ഒന്നും. പക്ഷെ പഠിച്ചോൻ പറഞ്ഞുതരാണ് അള്ളാന്റെ നടപടിക്രമം എന്തറിയോ? നന്ദി കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തെ പടച്ചവൻ ഖല്ലബഹ അദാബൻ, അതിനെ നിഗ്രഹമാക്കിയിട്ട് മറിക്കുന്ന. അനുഗ്രഹത്തെ അള്ളാഹു നിഗ്രഹമാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ശുക്ർ, കുഫർ, ശുക്ർ ഉണ്ടാവാനുള്ള ഒന്നാമത്തെ വഴി അതറിയോ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട്. ശുക്ർ ഉണ്ടാകേണ്ട ഒന്നാമത്തെ വഴി ഞാൻ ഓതി വെച്ച ആയത്ത് അതാണ്. ആയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ അലൈഹി സ്വലാമയോടും ഹാറൂൻ നബിയോടും പറയാണ്, നുബുവത്ത് കൊടുത്തിട്ട് പറയണത്, നിങ്ങൾ ഫറവോന്റെ അടുക്കലേക്ക് പോകണം. അപ്പൊ മൂസ നബി അലൈഹി സ്വലാം തിരിച്ച് അള്ളാഹുവോട് ചോദിച്ചു, പടച്ചോനെ, അല്ല പോയിട്ട് അവിടെ ചെന്നിട്ട് എങ്ങനെയാണ്
ഫറവോനോട് സംസാരിക്കേണ്ടത് എന്നുള്ള പിന്നെ പ്രഭാഷണ ശൈലിയെല്ലാം അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. നിങ്ങൾ ചെന്നിട്ട് നല്ല സോഫ്റ്റ് കോർണർ ആയിട്ട് നിങ്ങൾ സംസാരിക്കണം. നല്ല സോഫ്റ്റ്നെസ് വേണം ആ വാക്കിന്. അവനെങ്ങാനും നന്നായാലോ, നമുക്കിന്ന് പഠിക്കേണ്ട കുറെ ഭാഗങ്ങൾ അവിടെ ഉണ്ട്. അയാൾ നന്നാവൂല എന്ന് അള്ളാഹ്ക്ക് അറിയാലോ. പക്ഷെ അവനെങ്ങാനും നന്നായാലോ എന്നിട്ട് പറയാണ്. അപ്പൊ മൂസാ നബി തിരിച്ചു പറഞ്ഞിട്ടോ, റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഖ്ഫുറത അലൈനാ ഔ അൻ യത്ആ. പഠിച്ചോനെ, ഇവൻ ഞങ്ങളോട് വല്ല അവിവേകം കാണിക്കുമോ എന്നുള്ളത്, ധിക്കാര സമീപനം പുലർത്തുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അള്ള കൊടുത്ത മറുപടിയാണ്, ഈ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ മായാത്ത മഷി കൊണ്ട് നമ്മുടെ ഖൽബിന്റെ ഒരു ഭാഗത്ത് എഴുതി വെക്കണം. അറബ് മാസത്തില് നമ്മുടെ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മാസാണല്ലോ. ആദ്യത്തിൽ എഴുതണ്ട അറിയോ? ഖാല, അല്ലാഹു പറഞ്ഞു, ലാ തഖാഫാ, രണ്ടാളും പേടിക്കണ്ട, ഇന്നനീ മഅകുമാ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്, അസ്മഉ വ അറാ, എല്ലാം കണ്ടും എല്ലാം കേട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയരെ, നമ്മൾ ഇപ്പോഴേ എഴുതി വെക്കേണ്ട വാക്കാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ സമയത്തും നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെ? എല്ലാം കണ്ടും എല്ലാം കേട്ടും ഞാൻ കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ, അതാണ് നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഓർമ്മ, ഈ ഒരു ചിത്രം നിങ്ങൾ ഇങ്ങനെ മനസ്സിലൊന്ന് കണ്ടുനോക്ക്. ആ ചിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനനവും അനുബന്ധിച്ചുള്ള കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങളൊക്കെ അതിങ്ങനെ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ അള്ളാഹ് നമുക്ക് പറഞ്ഞു തരികയാണ്. മൂസാ നബിയുടെ ഉമ്മ, അവര് ഗർഭവതിയായിട്ട് പ്രസവിക്കാനുള്ള സമയത്ത് ഭയപ്പാടാണ്. കാരണം ആൺകുട്ടിയാണെങ്കിൽ ഈ കുട്ടിയെ നേരെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊടുക്കണം, അവര് പച്ചക്ക് കൊല്ലുന്നത് കണ്ടു നിൽക്കണം. പെൺകുട്ടിയാണെങ്കിൽ പ്രശ്നമല്ല. അങ്ങനെ ഉമ്മ പ്രസവിച്ച്, അപ്പൊ അള്ളാഹ് പറയാണ്, അവരുടെ ഉമ്മനോട് പറയാണ്, പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആൺകുട്ടിയാണ്, ധൈര്യമായിട്ട് ആ കുട്ടിക്ക് പാല് കൊടുക്ക്. വല്ലാത്തൊരു വാക്കാട്ടത്, ഇവരൊരു കരുത്തരുന്ന വാക്കാ. അവന്റെ കാര്യത്തിൽ നിനക്ക് ഭയപ്പാട് തോന്നുന്നുണ്ടെങ്കിൽ അവനാ പുഴയിൽ ഒഴുക്കിക്കോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അള്ള പറയാണ്, ആ വാക്ക് അങ്ങനെ എഴുതി വെക്കേ, അവനെ ഞാൻ നിനക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യും. തിരിച്ചു തരുന്നു മാത്രല്ല, തിരിച്ചു തരിക തന്നെ ചെയ്യും. അവനെ ഞാൻ മുർസലീങ്ങളിൽ ഉൾപ്പെടുത്തും. ഒരു ഉമ്മന്റെ കൈ വിറക്കുന്ന, നെഞ്ചി പടയുന്ന ഒരു സമയല്ലേ ഇത് പറയണത്. ഞെട്ടിപ്പോകൂലേ? പക്ഷേ എങ്ങനെ? പെട്ടിയിലാക്കുക, വെള്ളത്തിൽ ഒഴുക്കുക, കൊല്ലാൻ വേണ്ടി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ, പക്ഷെ നമ്മൾ ആലോചിക്കുക, കഥ പറയാൻ നേരമില്ല. അള്ളാഹുവിന്റെ വാക്കിൽ ആ സഹായത്തിലുള്ള ഉറപ്പ് തിരിച്ചു തരും. എന്നാണ് എന്നിട്ട് പടച്ചോൻ പറയണതറിയോ? നദിയോട് കൽപ്പന കൊടുക്കണ്ട, അഭയപ്പെടുത്തരുത് എന്ന്. കുട്ടിക്ക് തന്നെ നിർദ്ദേശം ഉണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. എങ്ങനെയാ? ആരുടെയും പാല് കുടിക്കരുത്. ആയത്തുകൾ ഓതാൻ നേരമില്ല. അങ്ങനെ ആ കുട്ടിയെ തിരിച്ചു കൊടുത്തിട്ട് പടച്ചോൻ പറഞ്ഞതറിയാമോ? ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വഅദ ഹഖാണ്, വലാകിൻ അക്സറഹും ലാ യഅലമൂൻ. അത് അധികം ആളുകൾക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, അല്ലാഹുവിന്റെ വഅദ, ഇന്ന വഅദല്ലാഹി ഹഖ്. ഒരുപാട് വഅദകൾ അല്ലാഹു നമ്മളോട് നടത്തുന്നുണ്ട്. പലതിലും നമുക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അള്ളാഹ് തരുന്ന ഒരുപാട് വഅദകളില്ലേ? ആ വഅദ നമുക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ അതിന് എത്രമാത്രം യഖീനുണ്ട്. ഒറ്റ വാക്കില് അള്ളാഹു ഈ വഅദകളൊക്കെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു തരുന്ന രണ്ട് ശൈലി എന്തറിയാം? ഒന്ന്, ഖുലില്ലാഹു അസ്റഉ മക്റ,
അള്ളാഹു വേഗത്തിൽ തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. മറ്റൊരു ഭാഗത്ത് പറയുന്നത് മുമ്പുള്ള ആളുകളൊക്കെ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഫലില്ലാഹിൽ മക്റു ജമീഅ, എല്ലാ തന്ത്രവും അള്ളാഹുവിന്റെ അടുക്കലാണ്. നമ്മൾ തന്നെ ശരിക്കും ഉൾക്കൊണ്ടാൽ മതി. ഓക്കെ, ആരെ കൊല്ലാനാണോ ഫറവോൻ തീരുമാനിച്ചത് അതിനു വേണ്ടി ഒരുപാട് പേരെ അയാൾ കൊല്ലേണ്ടിയിരുന്നവനെ അവന്റെ ചെലവിൽ തന്നെ അള്ളാഹു വളർത്തി. ഇതല്ലേ ചരിത്രം, അല്ലെ? നമ്മൾ അറിയണം എന്തെല്ലാം തന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ, പച്ചക്കള്ളത്തവരെ യഥാർത്ഥ സത്യമായി അവതരിപ്പിക്കുന്ന ആളുകൾ, കിട്ടിയ സൗകര്യങ്ങളെ മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെതിരെ പ്രയോഗിക്കുന്ന ആളുകൾ. നമ്മൾ ഇപ്പം ജീവിക്കുന്ന കാലഘട്ടങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, എത്ര ശക്തമായിട്ടാണ് സെപ്റ്റംബർ 11 ശേഷം ഇസ്ലാമോഫോബിയ ലോകത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇങ്ങനെ പഠിച്ചാൽ മനസ്സിലാവും, ലോകത്ത് ഏറ്റവും ഉയർന്ന വേശ്യാവൃത്തിയുള്ള നാട് ഏതാണ്? നമ്മളൊന്നിങ്ങനെ സൈറ്റിൽ അടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. 10-20 നാടുകളുടെ പേരിങ്ങനെ വരും. അതിലൊരൊറ്റ നാട്ടിൽ പോലും ഒരു മുസ്ലിമിന്റെ പേരുള്ള നാട് കാണൂല. മുസ്ലിമിങ്ങൾ അങ്ങനത്തെ നാടല്ല കേട്ടോ. ഉയർന്ന മോഷണ നിരക്കുള്ള രാജ്യം ഏതാണ്? ഉയർന്ന മദ്യാസക്തിയുടെ രാജ്യം ഏതാണ്? ഉയർന്ന കൊലപാതകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? ലോകത്തിലെ അപകടകാരികളായ സംഘങ്ങൾ വിലസുന്ന നാടുകൾ ഏതാണ്? മയക്കുമരുന്നിന്റെ കാർട്ടലുകളുടെ രാജ്യങ്ങൾ ഏതാണ്? ഒറ്റ മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ല. എന്നിട്ടും ഭീകരതയുടെ പട്ടം ചാർത്തുകാർക്കായിരിക്കും അറിയാം. അതിന്റെ ഒരു വിരോധാഭാസം ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മൾ പഠിക്കണം. ഞാൻ ആ വാക്ക് നിർത്തിയാണ്. നമ്മൾ പഠിക്കേണ്ടത് ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്നത് ഏത് ദീനാണെന്ന് ആലോചിച്ച് നോക്കിയാൽ, ആരാണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് നല്ല കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള സംഗതിയാണ്. ഇത്രയൊക്കെ എതിർത്തിട്ടും ഇസ്ലാമിന്റെ വെളിച്ചം അവിടെ ഉണ്ടാവും. അള്ളണ്ട് നമ്മുടെ കൂടെ എന്നാണ്. പക്ഷേ അള്ളാഹു നമ്മളെ സഹായിക്കണോ? ഒറ്റ വാക്ക്, ഇസ്രായേലിയത്ത് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. മയക്കമില്ലാതെ കേൾക്കണം. ഒന്ന് അനങ്ങിയിരുന്ന് തന്നെ കേൾക്കേണ്ടതറിയാം. ഇസ്രായേലിയത്ത് വരാൻ പാടില്ല. എന്താണ് ഇസ്രായേലിയത്ത് എന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചു നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാന്റെ നടപടിക്രമം എന്താണ്? നിലനിൽക്കാൻ അർഹതയുള്ളതിനെ മാത്രമേ അള്ളാഹു നിലനിർത്തുള്ളൂ. നമ്മളെ അള്ളാഹു സഹായിക്കണോ? ഇസ്രായേലിയത്ത് വരുന്നതിനെ കാത്ത് സൂക്ഷിക്കണം. കാരണം അള്ളാഹുവിന്റെ കാവല് കിട്ടാൻ നമ്മളോട് എല്ലാ ഫാത്തിയിലും ഓതാൻ പറഞ്ഞിട്ടില്ലേ? രണ്ട് വിഭാഗങ്ങളാണല്ലോ അത്. ആ വിഭാഗം ഏതാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അഖില കിതാബുകാരാണ്, ഒന്ന് നസ്വാറാക്കളാണ്, എന്ന് യഹൂദരാണ്. അവരെ കുറിച്ച് ആ ചരിത്രം പറയുന്നിടത്ത് കാണാം. അതൊരു വംശീയ വിമർശനമല്ല. നേരെ പഠിക്കണം കേട്ടോ. ഇന്ന വിഭാഗം എന്ന് പറഞ്ഞിട്ട് വംശീയമായോ വിഭാഗീയമായോ വിമർശിക്കുകയല്ല, മറിച്ച് അവരുടെ നിലപാടുകൾ നമ്മിൽ വരാൻ പാടില്ല എന്നാണ്. എന്താണ് നിലപാടുകൾ? ഫിർഔൻ നശിച്ചു, പക്ഷേ ഫിർഔനും വംശവും നശിച്ചാലും ഫറവോനിസം എന്ന് പറയുന്നത് ഈ ലോകത്ത് നിലനിൽക്കും. ആ ഫറവോനിസം എന്താണ്? ഞാനാണ് പടച്ചവൻ, ഞാനാണ് വലിയവൻ എന്ന് പറയുന്നവർ ഈ ലോകത്തുണ്ടാവും. അന്ന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എത്ര എണ്ണുള്ളു? എണ്ണാൻ സമയമില്ലല്ലോ. നിങ്ങളൊന്നിങ്ങനെ ചേർത്ത് വായിച്ചു നോക്കുക. അന്നൊരു പടച്ചവനാണെങ്കിൽ പടച്ചവന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അന്നൊരു ഭാഗത്ത് മാത്രമേ ശിർക്കുള്ളൂ എന്നുണ്ടെങ്കിൽ, ശിർക്ക് സത്യത്തിൽ ഇന്ന് യഥാർത്ഥത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശിർക്കിനെ എങ്ങനെ വ്യവസായവൽക്കരിക്കാം, ശരിക്കും അതിനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കണില്ലേ? പക്ഷെ നമുക്ക് അവിടെ വേണ്ട ഒരു ഒറ്റ ബോധ്യം എന്നറിയോ? തൗഹീദ് ഉണ്ടാവണം. നമ്മൾ സാധാരണ പറയുന്ന തൗഹീദ് എന്ന് പറഞ്ഞാല് മനസ്സിലാക്കാതെ പോകരുത്. ഇന്റെ റബ്ബിനെ ഞാൻ എവിടെ വെച്ച് വിളിക്കുന്നുവോ, എനിക്ക് എവിടെ വെച്ച് എന്റെ റബ്ബിന് ആവശ്യമുണ്ടോ അവിടെ ഞാൻ വിളിച്ചാൽ എന്റെ പടച്ചവൻ എന്റെ കൂടെയുണ്ട്. ആ ഒരു കരളുറപ്പ് എന്ന് പറയും മലയാളത്തില്, അത് നമുക്ക് സത്യത്തിൽ ഉണ്ടാവണം. അതാണ് നമ്മുടെ കരുത്ത്. പിന്നെ പറഞ്ഞെന്തറിയാമോ? 3 തവണ ഇസ്രായേലിയരെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്. ധിക്കാരം പ്രവർത്തിച്ചവരാണ് അവർ. ഈ യഅ്തദൂൻ എന്ന വാക്ക് 3 വട്ടം ഖുർആൻ ഉപയോഗിച്ചത് 3ഉം ഈ ഇസ്രായേലിയരുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. എന്താണ് അവരിൽ വന്നിട്ടുള്ളത് എന്നറിയാമോ സഹോദരങ്ങളെ? ഞാൻ എണ്ണി പറഞ്ഞുതരാം, സമയമല്ല.
മതത്തെ അറിഞ്ഞിട്ട് നിരന്തരമായി താന്തോന്നികളായിട്ട് മാറുക. എനിക്ക് ഞാൻ മതി, ഇവയെല്ലാം എന്റേതാണ്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് ഇന്നാലിന്ന സൗകര്യങ്ങൾ ഉണ്ട് അല്ലെ, ഞങ്ങൾ തോന്നിയതുപോലെ ലോകത്ത് പ്രവർത്തിക്കും അല്ലെങ്കിൽ നാട്ടിൽ ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ രണ്ടടി കിട്ടിയപ്പോഴേക്ക് കഴിഞ്ഞില്ലേ. പക്ഷെ പിന്നെ അതിനുള്ള കുതന്ത്രങ്ങൾ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. ഈ മാനസികാവസ്ഥ ആർക്കൊക്കെ വരുമോ അവരൊക്കെ നശിക്കും. അത് നോക്കി, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി തരാം. ഹിഷാം എന്ന് പറയുന്ന ഒരാള്, വെറുതെ പേര് പറഞ്ഞു തന്നതാണ്, 5000 കോടി രൂപയുടെ ആസ്തിയുള്ള ആളാ. മയക്കുമരുന്നിന് അടിപ്പെട്ട അയാൾക്ക് ഒരു ദിവസം കഴിയണമെങ്കിൽ എത്രയോ രൂപകൾ വേണ്ടേ, ലക്ഷങ്ങൾ വേണമെന്നാണ് അയാൾക്ക് അനുഭവങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായല്ലോ. തന്റെ വാഹനത്തിന്റെ വലുപ്പം കൊണ്ട് ഒരു പാവപ്പെട്ടവനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ആ 7000 കോടി 5000 കോടി ഫലപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ന് എവിടാ കിടക്കുന്നത്? ആ കിടത്തം കണ്ടാൽ അറിയാം അഹങ്കാരം ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന രൂപം എങ്ങനെയാണെന്ന്. പ്രിയപ്പെട്ടവരെ, നിഅമത്തുകൾ ദുരുപയോഗം ചെയ്താൽ അള്ളാഹു പിടികൂടും, നമ്മളെ അള്ളാഹു പാഠമാക്കും. എങ്ങനെന്നറിയോ? രാജസിംഹാസനത്തിൽ നിന്നാണ് ഫറവോനെ പിടിച്ചു കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് അള്ളാഹു കൊന്നത്. ഇതാണ് പാഠം. അതുകൊണ്ട് ഇസ്രായേലിൽ കണ്ടുവരുന്ന ഒരുപാട് നന്ദികേടുകളുണ്ട്. ഒന്ന്, ഇപ്പറഞ്ഞ ധിക്കാരം. രണ്ട്, നമസ്കാരത്തെ അവർ നിസ്സാരമായി കണ്ടു. നേരെ പഠിക്കണം കേട്ടോ, ബയാൻ ചെയ്യാൻ സമയമല്ല. നിസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ അവർക്ക് തമാശയാണെന്നാ. നമ്മളെ നിസ്കാരത്തിന് വിളിക്കലേതാ? ബാങ്കല്ലേ. ആ ബാങ്കിന് നമ്മൾ എത്രയാണ് മറുപടി കൊടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ വ്യാപകമായി ആ ജനതയിൽ വരുന്ന ഒന്നാണ് പലിശ. പലിശയുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതികൾ ഞാൻ പിന്നെ വിശദീകരിക്കുന്നില്ല. രണ്ട്, പിന്നെ ചൂതാട്ടം, ലോട്ടറി വ്യാപകം. അതിനേക്കാൾ അപ്പുറം വ്യഭിചാരം. പ്രിയപ്പെട്ടവരെ, സ്ത്രീ വിഷയങ്ങളിൽ വളരെ മോശപ്പെട്ട അവസ്ഥകള് ലോകത്ത് ഏത് ജനതയിലാണുള്ളത് എന്നുകൂടെ നമ്മൾ പഠിക്കണം. ഇത് വന്നാൽ ആ ജനത നശിച്ചു എന്നാണ്. അഖില കിതാബുകാർക്ക് ഈ വിഷയം പ്രശ്നമേ അല്ല എന്ന് ആ രംഗത്ത് പഠനങ്ങൾ നടത്തിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അറിയും. അസൂയ, അഹങ്കാരം, പരസ്പര ബന്ധങ്ങൾ വിച്ഛേദിക്കൽ, ഇതെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന കുഴപ്പങ്ങളാണ്. വളരെ പ്രധാനം, 2 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അവരിൽ വന്നിട്ടുള്ള തിന്മകളെ അവർ പരസ്പരം വിരോധിച്ചിരുന്നില്ല. അവർ നശിക്കാനുള്ള കാരണം അതാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാമോ? മുൻകറാത്തുകൾ, ഫാഹിഷാത്തുകൾ, വൃത്തികേടുകൾ ഫാഷനാകുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഏത്? പരസ്പരം തടയുക. ഇന്നത്തെ ദിവസം എന്താ? ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ആലോചിച്ച് നോക്കണേ, ഇന്ത്യൻ ഭരണഘടനയിലെ 47-ാം അനുച്ഛേദത്തിലെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ നമുക്ക് കാണാം, മദ്യവിമുക്തമായ ഒരു രാജ്യത്തെയാണ് ഭരണഘടനാ ശില്പികൾ സ്വപ്നം കാണുന്നത്. അതത് സംസ്ഥാനങ്ങളിൽ അവരാൽ കഴിയാവുന്ന സേവനങ്ങൾ ചെയ്ത് ഈ രംഗം നന്നാക്കണം എന്ന് വരെ അവിടെ കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങള് ഈ അനുച്ഛേദം ഭരണകർത്താക്കൾ വരെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും പലരുടെയും ഒക്കെ പ്രസ്താവനകൾ കാണുമ്പോൾ. എന്നാലും ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിൻ നടക്കുന്ന ഒരു സമയമാണിപ്പോ. തുഫാൻ എന്ന പേരിൽ ആ ഓപ്പറേഷന്റെ മഹത്വം കണ്ട് യൂണിയന്റെ ആഭ്യന്തരമന്ത്രി വരെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അത് രാജ്യത്ത് നടപ്പാക്കാൻ നമ്മളും ശ്രമിക്കുന്നു എന്നാണ്. സന്തോഷകരമാണ്. ആർക്കും ഇതിന്റെ ദൂഷ്യതകൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ ദൂഷ്യതകൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഞാനത് ബയാൻ ചെയ്യല്ല സഹോദരങ്ങളിൽ, നമുക്ക് സമയമല്ല. മദ്യം വഴി പൊലിയുന്ന ജീവിതങ്ങൾ എത്രയാണ്. നല്ല നല്ല യുവാക്കൾ, ഇന്ത്യക്ക് ചെറുപ്പത്തില് ഈ യുവാക്കളൊക്കെ മദ്യപിക്കുന്നത് കണ്ടിരുന്നു. പക്ഷെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ളത് ആളുകൾ മദ്യപിക്കുന്ന രംഗങ്ങൾ ആണുങ്ങളെക്കാളും കൂടുതൽ മറ്റുള്ളവർ നമ്മൾ പേടിച്ചു നിന്ന് പോകുന്ന രംഗങ്ങൾ വരെ കാണുന്നു. മദ്യം വഴി നടക്കുന്ന കൊലപാതകങ്ങൾ എത്രയാണ്.
സ്വന്തം മാതാപിതാക്കളെ അടക്കം കൊച്ചുമക്കളെ വരെ കൊല്ലപ്പെടുന്ന രംഗങ്ങള്. ചില മാതാപിതാക്കള് മദ്യപിച്ചു വരുന്ന മക്കളെ ഭയപ്പെട്ടുകൊണ്ട് ആ കുട്ടികൾ വരാനാവുമ്പോഴൊക്കെ വീട് മാറി നിൽക്കുന്ന രംഗങ്ങൾ അല്ലെ. അങ്ങനെ നമ്മൾ വിശദീകരിച്ച എന്തെല്ലാം ഭാഗങ്ങളുണ്ട് അവിടെ നമുക്ക് കാണും. എത്ര ദാമ്പത്യങ്ങൾ തകരുന്നു ഈ മദ്യമാണ് അതിലെ വില്ലൻ. ഗവൺമെന്റ് കണക്ക് പ്രകാരം ഡിവേഴ്സുകള് 40% വന്നു. 13% കുടുംബത്തിലാണ് മാന്യമായി സമാധാനമുള്ളൂ എന്ന കണക്കുകൾ നമുക്ക് തരാണ്. ബാക്കി ഫാമിലികൾ ഏറിലാണ്. എന്തുകൊണ്ട് ആ സാഹചര്യങ്ങൾ ഉണ്ടായി? അവിടെയാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചുള്ള ഒരു വാക്കുണ്ട്. എന്താ അറിയോ റസൂൽ പറഞ്ഞത്? ഉമ്മുൽ ഹബായിസ്, തിന്മകളുടെ മാതാവാണ് മദ്യം എന്ന് പറയുന്നത്. വിശദീകരണം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പണ്ട് 1 രൂപ മാത്രം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു പേരാ പറയുക, അതിന് പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്നൊക്കെ എന്താ അറിയോ, കുടിച്ചിട്ട് നന്നായി, ഇവ ഉപയോഗിച്ചിട്ട് നന്നായി എന്ന് പറയണ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മൾ കാണുമോ? ഇല്ലല്ലോ, ആരും കാണൂല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഒരു ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു മേഖലയാണ് പ്രിയപ്പെട്ട ഇത്. എല്ലാ നാട്ടിലും എല്ലാ വിഭാഗം ആളുകളുടെ അടുത്തും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിന്മകൾ ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചിലർ രഹസ്യമായി ചെയ്യും, ചിലർ പരസ്യമായി ചെയ്യും. ചില ആളുകളുടെ മാനസികാവസ്ഥയും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ അതിന് കാരണമാകാം. മദ്യത്തില് മയക്കുമരുന്നുകളിൽ ഒരാൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ നിൽക്കരുത്. മറിച്ച് സ്നേഹത്തോടുകൂടെ ആ തിന്മകൾ ഇല്ലാതാക്കാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് കൃത്യമായി നമ്മൾ സ്നേഹത്തോടെ അനുകമ്പയോടുകൂടെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ പഠിക്കണം. അത് വളരെ ആവശ്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകം അറിയോ, നമ്മുടെ ഇന്നത്തെ കൂട്ടുകെട്ടുകൾ വളരെ വിഷമം പിടിച്ച കൂട്ടുകെട്ടാ. ഞാൻ ഇന്ന നല്ല ആളാണ്, ഇന്റെ അടുത്തൊന്നും ആ തെറ്റ് വരൂല, അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. നമ്മുടെ കൂട്ടുകെട്ടുകൾ പവിത്രമാവണം. ഹബീബായ റസൂല് പറഞ്ഞില്ലേ, തിന്മകളുള്ള വേദികളിൽ സദസ്സുകൾ നിങ്ങൾ ചെന്നുപെട്ടാൽ നിങ്ങൾ അവിടെ ഇരിക്കരുതാണ്, നിങ്ങൾ എളുപ്പം എഴുന്നേറ്റ് പോകണമെന്നാ. ഇരുന്നാൽ ആ തിന്മ നിങ്ങളിലേക്കും വരും. കൂട്ടുകെട്ടിനെ നന്നാക്കണം, സാഹചര്യങ്ങളെ നന്നാക്കണം. ആരെങ്കിലും പെട്ടുപോയാൽ കൂട്ടായി നമ്മൾ ശ്രമിക്കണം. അവരെ ചീത്ത പറഞ്ഞ് അവന്റെ പനിയും ചീത്ത പറഞ്ഞിട്ട് നമ്മൾ പോണ അവസ്ഥ ഉണ്ടായാൽ അവൻ തിന്മകളിലേക്ക് പോവുള്ളൂ. എങ്ങനെങ്കിലൊക്കെ നമ്മുടെ തലമുറയെ ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിന് കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവണം. ഇസ്രായേലിയത്ത് ഒരു കാരണവശാലും വരരുത്. പല നിലക്കുള്ള തിന്മകളിലേക്ക് യുവത നീങ്ങുന്നു എന്നത് സത്യമാണ്. ഇസ്രായേലിയത്ത് വന്നാൽ അള്ളാഹു നമ്മളെ കൈവെടിയും. അതുകൊണ്ട് ഞാൻ കണ്ടും കേട്ടും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യം പ്രിയരെ നമുക്കുണ്ടാവണം. ഫറവോന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മൂസാ നബി കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം നമ്മുടെ മനസ്സിനും കിട്ടണം. പ്രവർത്തിക്കണം, പ്രാർത്ഥനയോടുകൂടി നീങ്ങണം, തിന്മകൾക്കെതിരെ ഒന്നിച്ചു പോരാടണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഒക്കെ ഉൾപ്പെടുത്തി പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും തുണക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഡ്യൂട്ടികളെ നമ്മൾ നന്നായി നിർവഹിക്കണം. ഇസ്ലാമിന്റെ നാശം കുറിച്ചുകൊണ്ടുള്ള പ്രയാണങ്ങൾ ഒന്നും വിജയിക്കില്ല. അള്ളാഹു ഈ കലാമിനെ നശിക്കാതെ ലോകത്ത് നിലനിർത്തുമെന്നാണ് മുഹറം 10 നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാണ് നമ്മൾ ആ ഓർമ്മപ്പെടുത്തലിനാണ് 9ഉം 10ഉം അല്ലെങ്കിൽ 10ഉം 11ഉം നോമ്പെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് പ്രതിസന്ധികളെ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹുവിന്റെ ശക്തിക്ക് മുമ്പിൽ ഭൗതിക ശക്തി എന്ന് പറഞ്ഞിട്ടൊന്നില്ലല്ലോ.
അതുകൊണ്ട് ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞുതരാം. അത് ഒരു മെസ്സേജായി നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകണം. വിശ്വാസത്തിൽ ശിർക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ നന്നാക്കണം. നമ്മുടെ കൂട്ടുകെട്ടുകൾ വിശുദ്ധമാവണം. നമ്മൾ ചെന്നിരിക്കുന്ന സ്ഥലം വളരെ വൃത്തിയുള്ളതാവണം. പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം, അത് സജീവമാക്കണം. അവിടെ സജീവത കുറഞ്ഞോ തെറ്റുകളായിരിക്കും അവിടെ വർദ്ധിക്കുക. പ്രതിസന്ധികളിൽ നമ്മൾ സഹനം പാലിക്കണം. അള്ളാഹുവോട് എപ്പോഴും നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ് ദ്വാ? ആ ദ്വായിൽ പ്രധാനമായി വരേണ്ടത്, നമ്മൾ ആരാണെങ്കിലും ശരി സഹോദരങ്ങളെ, അള്ളാഹുവേ നിനക്ക് പൊരുത്തമില്ലാത്ത ഒരു സ്ഥലത്ത് എന്നെ എത്തിക്കരുത് റബ്ബേ. നിനക്ക് തൃപ്തിയില്ലാത്ത ഒന്നും എൻ്റെ കയ്യിൽ തരരുത് റബ്ബേ. എൻ്റെ മനസ്സിനെ വിശുദ്ധമാക്കണേ. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന നാട് ആ നിലക്ക് തിന്മകൾക്ക് പ്രോത്സാഹനം നൽകുന്നതാവുമ്പോൾ നമ്മുടെ ഈമാൻ നിലനിർത്താൻ നമുക്ക് കഠിനാധ്വാനം ആവശ്യമാണ്. ആ ആവശ്യം അള്ളാഹുവോട് ആവശ്യപ്പെടുമ്പോൾ അള്ളാഹ് നമുക്ക് തന്നിരിക്കും. വലാ തെനിയ ഫിദിക്രി, മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞത്, എന്നെ ഓർക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തരുത് കേട്ടോ. നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇന്നനീ മഅകുമാ അസ്മഉ വഅറ, എല്ലാം കണ്ടും കേട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അത് നമ്മുടെ ഖൽബിൽ നമ്മൾ കുത്തിവെക്കുക. അള്ളാഹുവിലേക്ക് അടുപ്പം പുലർത്തിക്കൊണ്ട് തൃപ്തിയുള്ള മനസ്സുമായി സമാധാനമുള്ള മനസ്സുമായി നമ്മൾ മുന്നോട്ട് നീങ്ങുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ എല്ലാ സന്ദർഭങ്ങളിലും തുണക്കേണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ ചിറകിനടിയിൽ കഴിഞ്ഞുകൂടാൻ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, നിനക്ക് തൃപ്തിയില്ലാത്ത ഒരിടത്തേക്കും ഞങ്ങളെ നീ കൊണ്ടുപോകരുത് റഹ്മാനെ. അള്ളാഹുവേ, പിശാചിന് ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം നൽകരുത് റഹ്മാനെ. പിടിച്ചു നിൽക്കാൻ, ഈമാനോടുകൂടി മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും ഉമ്മത്തിനും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ, അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി ഇസ്സത്തും ആഫിയത്തും സമാധാനവുമുള്ള സാഹചര്യം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ ലോകത്ത് ഉപജീവനത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉപജീവനത്തിന്റെ വഴി എളുപ്പമാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ലോകം വിട്ട് പിരിയുന്ന വേളയിൽ നിന്റെ നാമം ഉച്ചരിച്ച് നിന്നെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.